ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ 5 വർഷത്തോളമായി ഇന്ത്യയിൽ പരിശീലകനായി കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മനോളോ മാർക്കസ്. നിലവിൽ ISL ക്ലബ്ബായ FC ഗോവയെയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനം നടത്താൻ ഗോവയ്ക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ഡബിൾ റോളിലാണ് ഉള്ളത്. ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റെ പരിശീലകനും മനോളോ മാർക്കസ് തന്നെയാണ്. ഏതായാലും പുതുതായി നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിലെ ക്രിക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഫുട്ബോളിനെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് ISLനെയും IPLനെയും തമ്മിൽ ഈ ഒരു കൂട്ടിയിണക്കുന്നത് തനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് IPL ആരംഭിക്കുന്നതിന് മുന്നേ ISL തീർക്കണമെന്ന നിർദ്ദേശം അത് താൻ വളരെയധികം വെറുക്കുന്നു എന്നാണ് ഇപ്പോൾ മനോളോ മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. IPLനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒരിക്കലും ഫുട്ബോൾ ക്രിക്കറ്റിനെ മറികടക്കാൻ പോകുന്നില്ല. അത് സാധ്യമല്ല. പക്ഷേ 140 കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് ഒരു സ്പോർട്ടിന് മാത്രമല്ല ഇടമുള്ളത്. ഒരുപാട് കായിക വിനോദങ്ങൾക്ക് ഇടമുണ്ട്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം IPLനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതാണ്. IPL ആരംഭിക്കുന്നതിന് മുന്നേ ISL അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്നു. ISLനേക്കാൾ ആളുകൾ IPL ആണ് കാണുന്നത് എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഫുട്ബോൾ ഇന്ത്യയിൽ രണ്ടാമത്തെ സ്പോർട്ട് ആണെങ്കിലും അത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന് കൃത്യമായ ഒരു ഷെഡ്യൂൾ ആവശ്യമാണ്. സൂപ്പർ കപ്പ് ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ അത് എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നതിന് ഒരു ധാരണയും വന്നിട്ടില്ല. ഇതാണ് മനോളോ മാർക്കസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രിക്കറ്റ് ഉണ്ട് എന്ന് കരുതി ഫുട്ബോൾ അതിനോട് ഒരു അഡ്ജസ്റ്റ് ആവേണ്ട കാര്യമില്ല. ഫുട്ബോൾ അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകണം, ഇമ്പ്രൂവ് ആവണം എന്നൊക്കെയാണ് ഇന്ത്യയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര നല്ല കാലമല്ല. കഴിഞ്ഞ വർഷം ഒരു മത്സരം പോലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഇഗോർ സ്റ്റിമാച്ചിന് പകരം മനോളോ മാർക്കസ് വന്നിട്ടും കാര്യമായ പുരോഗതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും ഈ വർഷം മനോളോ മാർക്കസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.